എറണാകുളം വടക്കൻ പറവൂരിൽ വാഹനാപകടം എന്നൊരു വാർത്ത ഇപ്പോൾ വരികയാണ്. കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചു. കാറ് തലകീഴായി മറിഞ്ഞു. ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരനും കാർ യാത്രികർക്കും പരിക്കുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വല്ലാത്തൊരു അപകടമായി പോയി. രാവിലെ 7 മണിയോട് കൂടിയാണ് അപകടമുണ്ടായിരുന്നത്. വടക്കൻ പറവൂരിലെ KMK ജംഗ്ഷനിൽ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ നിന്ന് വരികയായിരുന്ന ഇരുചക്ര വാഹനം കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ഇടിയെ തുടർന്ന് കാർ ഒന്ന് വെട്ടിച്ചു മാറ്റുന്നതിനിടയിലാണ് കാർ തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ബസ്സുമായിട്ട് എതിരെ വന്ന ബസ്സിനെ വെട്ടിച്ച് ഈ ഇരുചക്ര വാഹനം തിരിയുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. ഏതായാലും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഇരുചക്ര വാഹനക്കാരന്റെ പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇയാളെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ടായ സംഭവമാണ്. ഈ കാറിലുണ്ടായിരുന്നവർക്കും നേരിയ പരിക്കുകളുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിഞ്ഞു പോയത്. ഈ കാറ് തലകീഴായി മറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ ആഘാതം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കാർ യാത്രക്കാർക്ക് സാരമായ പരിക്കുകളില്ല എന്നാണ് ഇതിനോടകം അറിയാൻ സാധിക്കുന്നത്. ഹാഷ്മി. അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ കണ്ടോ പ്രേക്ഷകരെ? അത് ഭീകരമായ അപകടമായിരുന്നു. ആ ബൈക്ക് പപ്പടം പോലെ ഒടിഞ്ഞുപോയി. കാർ തലകീഴായി മറിഞ്ഞു. എന്തായാലും ആ ബൈക്ക് യാത്രികൻ അത്ഭുതമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഈ അപകടത്തിന്റെ ആ ദൃശ്യ ഫോട്ടോ കണ്ടാൽ നമുക്ക് അവിശ്വസനീയമായി തോന്നും. പക്ഷേ പരിക്ക് നിസ്സാരമാണെന്ന് അമൽ പറയുന്നു. കാറിലുള്ളവരുടെയും പരിക്ക് നിസ്സാരമാണ്. ഭാഗ്യം. ഉണ്ടായത് വലിയ അപകടമാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അവരുടെ പരിക്ക് നിസ്സാരമായിരുന്നു വിശ്വസിക്കാൻ പറ്റില്ല. അമ്മാതിരി അപകടമാണത്. പക്ഷേ ഭാഗ്യം, അങ്ങനെ അവരുടെ പരിക്ക് നിസ്സാരമായി അങ്ങ് മാറിപ്പോയി. എന്തായാലും എന്താണ് ഉണ്ടായത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.